ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. റമളാൻ മാസം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സാധാരണ നമ്മളിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റമളാൻ എന്താണെന്നും അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണെന്നും എന്തിനു വേണ്ടിയാണെന്നുമെല്ലാം വിശദമായി അറിയുന്നവരാണ്. നിരന്തരം അത് ചർച്ച ചെയ്യുകയും ആ ദിക്ർ എപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ റമളാൻ, പരിശുദ്ധ ഖുർആൻ റമളാനെ പരിചയപ്പെടുത്തുന്നത് ചില പ്രത്യേക സവിശേഷമായ ചില പദങ്ങളിലൂടെയാണ്, ചില സംഭവങ്ങളിലൂടെയും കൂടാണ്. അതിനൊന്ന് റമളാൻ മാസം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ എന്ന് പറഞ്ഞ് റമളാൻ മാസത്തെ പരാമർശിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ് ലൈലത്തുൽ ഖദ്റിനെ പരാമർശിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുൻകാല സമൂഹങ്ങളെയും പരാമർശിക്കുന്നു. ഈ പരാമർശങ്ങളെല്ലാം നടത്തുന്നത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് റമളാൻ മാസം, പരിശുദ്ധ ഖുർആൻ, ആ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ ഇറക്കിത്തന്ന ദിവസമായ, ദിനമായ അല്ലെങ്കിൽ രാത്രിയായ ലൈലത്തുൽ ഖദ്ർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ തഖ്വ ലഭിച്ചേക്കാം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവും കൂടി പരാമർശിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ റമളാനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് റമളാൻ്റെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. സൂറ ബഖറയിലെ 183-ാമത്തെ ആയത്ത് മുതൽ താഴോട്ട് റമളാൻ്റെ ഈ സവിശേഷത പറയുകയും പിന്നീട് റമളാൻ മാസത്തെക്കുറിച്ച് പറയുകയും ഈ മാസത്തിലുള്ള നോമ്പ് ആർക്കൊക്കെയാണ് എടുക്കാൻ പറ്റുക, ആർക്കൊക്കെയാണ് എടുക്കാൻ പറ്റാത്തതെന്ന് പറയുകയും ആ പറയുന്നതിൻ്റെ ഇടയിൽ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല എന്ന് ദീനിൻ്റെ നിയമവശത്തിൻ്റെ അടിസ്ഥാന തത്വം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിതുകമ്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൻ്റെ അവസാനം പറയുന്നത് 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയും. 185-ാമത്തെ ആയത്തിൻ്റെ അവസാനം ഇത് ഈ മാസം നിങ്ങൾക്ക് എന്നത് മാസത്തിൻ്റെ എണ്ണം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു വിശ്വാസി പ്രധാനമായും ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഇബാദത്തിനെ എങ്ങനെ പൂർത്തീകരിക്കാം എന്നതാണ്. അതുകൊണ്ടാണ് ഇദ്ദത്തിനെ എണ്ണി പൂർത്തീകരിക്കുക എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശം എണ്ണം പൂർത്തീകരിക്കുകയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ടല്ലോ, വത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയും വിധം അള്ളാഹുവിനെ സൂക്ഷിക്കുക. വത്തഖുല്ലാഹ മസ്തതഅതും. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം പറയുന്ന ഭാഗത്ത് വലിതുകമ്മിലുൽ ഇദ്ദത, അത് നിങ്ങളെ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി, അതായത് പരമാവധി പൂർത്തീകരിക്കുക. നിങ്ങൾക്ക് എങ്ങനെ നോമ്പെടുക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത്, എങ്ങനെ നോമ്പെടുക്കാതിരിക്കാം എന്നല്ല ആലോചിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ എല്ലാ ഇബാദത്തുകൾ പറയുമ്പോഴും എങ്ങനെയാണ് നമുക്ക് ആ ഇബാദത്ത് നിർവഹിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. കാരണം നമുക്കറിയാം, നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ പലതും ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നതുമല്ല. സക്കാത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, ഹജ്ജ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നുമില്ല. ഈ 2 കാര്യങ്ങളും സമ്പത്തുമായും കൂടി കണക്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതേസമയം തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ പ്രധാനമായും 2 ആക്കുകയും ചെയ്തു. കാരണം എല്ലാ വിശ്വാസിയും ഒരുപോലെ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. എനിക്കെങ്ങനെ സക്കാത്ത് നൽകാം എന്ന് ആഗ്രഹിക്കേണ്ടതാണ്, എനിക്കെങ്ങനെയാണ് ഹജ്ജ് ചെയ്യാം എന്നും ആഗ്രഹിക്കേണ്ടതുമാണ്. കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ പെട്ടതാണ്. എന്നതുപോലെയാണ് റമളാൻ്റെ കാര്യം പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എണ്ണം പൂർത്തീകരിക്കുവാനും കൂടെ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് എനിക്ക് നോമ്പെടുക്കാൻ പറ്റുക എന്നത് ആലോചിക്കണം. എന്തിനാണ് ആ ഒരു ചിന്ത പുലർത്തുന്നത്? കാരണം നോമ്പ് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുമായി ബന്ധമുള്ളത് ആയതുകൊണ്ടാണ്. അതിനെ കൂടെ രണ്ടാമത് പറഞ്ഞ വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും,
നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പേരിൽ തക്ബീർ മുഴക്കുക എന്നതാണ്. കാരണം എന്തിനാണ് നമ്മൾ തക്ബീർ മുഴക്കുന്നത്? അള്ളാഹു അക്ബർ എന്ന് നമ്മൾ നമസ്കാരത്തിന് ശേഷമോ മറ്റുള്ള ദിക്റുകളിൽ തക്ബീർ മുഴക്കാനുള്ള മെയിൻ കാരണം ഞാനൊന്നുമല്ല, അള്ളാഹുവാണ് എല്ലാം എന്നുള്ളൊരു ധാരണ നമുക്ക് വരുത്താനാണ്. അള്ളാഹുവാണ് എല്ലാം എന്നതിനേക്കാളും അപ്പുറം ഞാനൊന്നുമല്ല എന്നതും കൂടെ ചേർത്ത് വെക്കുമ്പോഴേ നമുക്ക് തക്ബീറിൻ്റെ മഹത്വം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവാണ് വലിയവൻ. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ എന്ന് നമ്മൾ ചൊല്ലുന്നത്. എന്നിൽ കളങ്കമുണ്ടാവാം, എന്നിൽ കുറവുകളും കുറച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ടാവാം, എന്നാൽ ശുദ്ധനായവൻ നീ മാത്രമാണ്, അതിനെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്നാണ് സുബ്ഹാനല്ലാഹിൻ്റെ അർത്ഥം. ഒരു സ്തുതിയും എനിക്കല്ല, എല്ലാ സ്തുതിയും നിനക്കാണ്, സ്തുതിക്ക് അർഹൻ നീ മാത്രമാണ് എന്ന് പറയുന്നൊരാശയം പറയുന്നതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. കാരണം മുഖസ്തുതി നല്ലതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുഖസ്തുതി നടത്തുന്നവൻ്റെ മുഖത്ത് മണ്ണ് വാരിടുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുന്നത് കാണാം. മുഖസ്തുതി കേൾക്കുന്നത് പോലും നല്ലതല്ല, പറയുന്നത് പോലും നല്ലതല്ല. എന്നാൽ സ്തുതി മുഴുവനും കിട്ടാനും കേൾക്കാനും ഒരേ ഒരാളെ അർഹനുള്ളൂ, അത് അള്ളാഹു മാത്രമാണ്. അതാണ് അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അക്ബർ അതിൻ്റെ കൂടെ വരുന്നതാണ്. ഈ ഹംദും തസ്ബീഹും ആർക്കാണോ അവനാണ് വലിയവൻ. ഹംദും തസ്ബീഹും എനിക്കില്ലാത്തതുപോലെ തന്നെ ഈ വലിപ്പം എനിക്കുമില്ല എന്നൊരു ബോധമാണ് തക്ബീർ തരുന്നത്. എന്തിനാണ് നമ്മൾ തക്ബീർ മുഴക്കാൻ റമളാൻ വിഷയം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്? കാരണം നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയവനാണ് ഞാൻ, നിങ്ങളെ ആ ഒരു സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവന്നവനാണ് ഞാൻ, മുസ്ലിം എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവന്നവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പേരിലാണ് നിങ്ങൾ മഹത്വം നൽകേണ്ടത്, എൻ്റെ പേരാണ് നിങ്ങൾ പ്രകീർത്തിക്കേണ്ടത് എന്നാണ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും ലഅല്ലക്കും തഷ്കുറൂൻ. കാരണം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ നന്ദി ചെയ്യുന്നവരായേക്കാം. കാരണം റമളാൻ നമ്മളുടെ അള്ളാഹു തന്നത് ഹിദായത്തിൻ്റെ ഭാഗമായിട്ടാണ്. റമളാനിലാണ് ഹിദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഹിദായത്ത് നൽകിയ ഖുർആൻ അവതരിച്ചത്. ആ ഖുർആൻ ഏറ്റെടുക്കുന്ന നമ്മൾക്ക് അത് അപ്ലൈ ചെയ്യുന്നതിലൂടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകാശനമായി മാറുന്നു. അതായത് റമളാൻ മാസം നോമ്പ് എന്നത് അള്ളാഹുവിനുള്ള ശുക്റിൻ്റെ ഒരു പ്രതിഫലനമാണ്. ശുക്ർ പ്രകടിപ്പിക്കാനുള്ള മാസമാണ് റമളാൻ മാസം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്റിനെയും തഖ്വയും ചേർത്ത് വെക്കാൻ കാരണം. അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിലൂടെ നിങ്ങൾക്ക് തഖ്വ ലഭിക്കുന്നു എന്നാണ് സൂറത്തുൽ ബഖറയിലെ 183 85 വരും താഴോട്ടുള്ള ആയത്തുകളും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു നേരത്തെ പറഞ്ഞല്ലോ, ഈ തഖ്വ എന്താണ് ഒരുപാട് വട്ടം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. തഖ്വ എന്ന് പറയുന്ന ഒരു ശരീരത്തിൻ്റെ, നമ്മുടെ ഒരു ഈമാനിൻ്റെ പ്രായോഗിക രീതിയാണ് തഖ്വ. ഇംതിസാലു അവാമിരി വജ്തിനാബു നവാഹിഹി എന്നാണ് തഖ്വയെ വിശദീകരിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുഗമിക്കുകയും പിന്തുടരുകയും അത് പാലിക്കുകയും അള്ളാഹു നിരോധിച്ചതിനെ, ശരീഅത്ത് നിരോധിച്ചതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. അതായത് തഖ്വയുടെ ഈമാനിൻ്റെ പ്രായോഗിക രൂപമാണ് തഖ്വ. അത് സംസാരിക്കുമ്പോഴാണ് ബാക്കിയുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോവേണ്ടത്. തഖ്വ എങ്ങനെയാണ് നമ്മളത് പ്രതിഫലിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ മുത്തഖി എന്ന് പരാമർശിക്കുന്ന ഭാഗത്ത് പല ഭാഗങ്ങളിലും മനസ്സിലേക്ക് പോകുന്നത് കാണാം. അതിലൊന്നാണ് മുറാഖബ എന്ന് പറയുന്ന ആശയം. മുറാഖബ എന്ന് വെച്ചാൽ നിരന്തരം നിരീക്ഷണത്തിലാവുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് മുറാഖബ എന്ന് പറയുന്നത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പ്രമുഖ പണ്ഡിതനായിരുന്ന ഇബ്നു അത്ത റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫറാഖിബും മൻഹുർ റഖീബു അലൈക്. നിങ്ങളെ ആരാണോ നിരീക്ഷിക്കുന്നത് അവൻ്റെ കാര്യത്തിൽ നിങ്ങളും സൂക്ഷിച്ച് ജീവിക്കുക എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. അതായത് റമളാൻ ഓരോ മാസവും നമ്മളുടെ പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു മാസമായിട്ടാണ് റമളാൻ മാസം വരുന്നത്. കാരണം തഖ്വ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ട് സൂക്ഷിക്കേണ്ട സൂക്ഷ്മതയാണ് തഖ്വ. സാധാരണ തഖ്വയെ നമ്മൾ അർത്ഥം വെക്കുന്ന ഭയഭക്തി എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം തഖ്വയ്ക്കില്ല. തഖ്വയുടെ അർത്ഥം സൂക്ഷ്മത പുലർത്തുക, ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ അതിനൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നത് കാണാം. അതായത് ഈ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും നന്മയിലേക്ക് അടുക്കാനുമുള്ള ഒരു ഷീൽഡ് എന്ന രീതിയിലാണ് തഖ്വയെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്.
അത് ഒരു പ്രായോഗിക രീതിയാണ്, ശരീരത്തിൽ വരുന്ന കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ മനസ്സിലേക്ക് വരേണ്ടതാണ് മുറാഖബ. അള്ളാഹു നിരന്തരം നമ്മളെ നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധം. അത് ഭയപ്പെടുത്തിക്കൊണ്ടിട്ടല്ല, അതായത് ഒരു പോലീസ്മാനാണ് പടച്ചോൻ എന്ന രീതിയിലല്ല. നമ്മൾ ഒരു ലവിങ് കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു ആശയമാണ് അള്ളാഹുവിനെക്കുറിച്ച് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു കാരണം വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ഈ കണ്ടനാളത്തിൻ്റെ ഇതിനേക്കാളും അള്ളാഹു നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആരോടെങ്കിലും പ്രാർത്ഥിക്കണം, എന്നോട് പ്രാർത്ഥിക്കുക, എനിക്കും നിങ്ങൾക്കും ഇടയിൽ വേറൊരു മധ്യവർത്തിയുടെ മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുന്നത് അതുകൊണ്ടാണ്. അത്രയും നമ്മളോട് അടുത്തിരിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ ആ അള്ളാഹു എന്നെ നിരന്തരം നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധമാണ് മുറാഖബ അല്ലെങ്കിൽ റഖീബ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് നമുക്ക് തരുന്നത്. ആ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുക. അതായത് തഖ്വയെ ഈ മുറാഖബ പവർഫുള്ളാക്കും, സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ്, ശക്തിമത്താക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അള്ളാഹ് കാണുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മൊമെൻ്റ്, എൻ്റെ സംസാരം, എൻ്റെ നോട്ടം, എൻ്റെ വായന, എൻ്റെ ഇരുത്തം, നടത്തം, റമദാനുള്ള മുഴുവൻ നീക്കങ്ങളും അള്ളാഹ് നിരീക്ഷിക്കുന്നു എന്നതുകൊണ്ട് എൻ്റെ അള്ളാഹുവിനെ പിണക്കാൻ എനിക്കാവുകയില്ല എന്നുള്ളൊരു ബോധം വിശ്വാസിക്കുണ്ടാവണം. അതായത് അള്ളാഹയെ പേടിക്കുന്നതോ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മൾ നിയമങ്ങൾ സ്വീകരിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അള്ളാഹിനെ പേടിച്ചിട്ടാണോ നമ്മൾ ഈമാൻ ഉണ്ടാക്കേണ്ടത്, അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ടാണോ നമ്മൾ ഈമാൻ ഉണ്ടാക്കേണ്ടത്? ആദ്യമേ നമ്മൾ മുസ്ലിങ്ങളാവുന്നത്, മുസ്ലിമായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിമായി ജീവിക്കുന്നത് ഇസ്ലാമിനെ, ദീനിനെ, അള്ളാഹുവിനെ തൃപ്തികരമായി സ്വീകരിച്ചത് കൊണ്ടാണോ? അതല്ല ഞാൻ മുസ്ലിമായിപ്പോയി ഇനി എന്തായാലും പടച്ചവനെ പേടിക്കണം എന്നതുകൊണ്ടാണോ? മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഖുർആൻ പഠിക്കണം, നോമ്പെടുക്കണം എന്നതുകൊണ്ടാണോ? വ്യക്തിയും നല്ല പകതിരിവും വ്യക്തതയും ബോധമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വിശ്വാസം എന്ന് നമ്മൾ ആലോചിച്ചിട്ടാണ് ദീനിനെ സ്വീകരിക്കേണ്ടത്. അതല്ല എങ്കിൽ നോമ്പും ഹജ്ജും ഇതൊക്കെയും ഒരു ചടങ്ങുകളായി മാത്രം മാറും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആർക്കാണ് നോമ്പിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത്? ദാക തഅമുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ. ഈമാൻ്റെ മാധുര്യം അനുഭവിക്കുന്നത് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവനാണ്. വബി മുഹമ്മദിൻ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ട് സ്വീകരിച്ചവനെ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രായത്തിൽ, നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഈ ബാക്ക്വേർഡ്നെസ്സിൻ്റെ അടയാളമായും സിമ്പലായും അല്ലെങ്കിൽ ഒപ്രഷൻ്റെ ഒരു മോഡലായൊക്കെ ചിത്രീകരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മുസ്ലിങ്ങളായി എന്തിനു ജീവിക്കണമെന്നൊരു ചോദ്യം കൂടെ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. ഞാൻ എൻ്റെ ഇസ്ലാമിനെ തിരഞ്ഞെടുത്തത് ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണോ? മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം മുസ്ലിമായി വളരുന്നതാണോ? എന്തിന് ഖുർആൻ പഠിക്കണം, എന്തിന് നോമ്പെടുക്കണം, എന്തിന് സക്കാത്ത് കൊടുക്കണം? ഈ ചർച്ച നിരന്തരം നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം പരിശുദ്ധ ഖുർആൻ എപ്പോഴും ഹിദായത്തിനെ ചേർത്ത് പറയുമ്പോൾ, അള്ളാഹു എന്ന സത്യത്തെ തിരിച്ചറിയാൻ പറയുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റിയാലിറ്റിയെ തിരിച്ചറിയാൻ നിങ്ങൾ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ ഉപയോഗിക്കുന്ന മൃഗം ഒട്ടകത്തിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ആകാശത്തിലേക്കും മലകളിലേക്കും ഭൂമിയിലേക്കും അല്ലെങ്കിൽ നിങ്ങളിലേക്കും തന്നെ നോക്കുക. എൻ്റെ തെളിവുകൾ കാണാം. എന്തിനാണ്? മനസ്സറിഞ്ഞ് ഇസ്ലാമിനെ, ദീനിനെ, ഈമാനിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധപൂർവം സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള ഒരു മുസ്ലിമിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്നാണ് വിളിക്കുന്നത്. അതായത് വിശ്വാസം ഉൾക്കൊണ്ടവരെ എന്നാണ് വിളിക്കുന്നത്. ആ വിശ്വാസം ഉൾക്കൊള്ളേണ്ടത് ഹൃദയത്തിലാവണം, നമ്മുടെ ശരീരത്തിൽ മാത്രമായാൽ പറ്റുകയില്ല. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുക്കാൻ പറയുന്നത്. കുത്തിബ അലൈക്കുമുസ് സിയാം, നിർബന്ധമാക്കപ്പെട്ടതാണ്. കാരണം ഇത് എൻ്റെതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും നോമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ന സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അനാ അജ്സി ബിഹി, അത് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. ബാക്കിയൊക്കെയും പടച്ചോൻ തന്നെ നിയമമാണെങ്കിലും നോമ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഇങ്ങനെ പറയുന്നതായ ഖുദ്സി ഹദീസിൽ നമുക്ക് കാണാം. അതിന് കാരണം നോമ്പെന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ആക്റ്റാണ്, ഞാനും എൻ്റെ പടച്ചോനും മാത്രം അറിയുന്ന കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നോമ്പിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണവും വെള്ളവും പാനീയമൊക്കെ ഒഴിവാക്കുകയും
എന്നിട്ട് വായി തോന്ന പറയുകയും വേണ്ടാധീനം ചെയ്യുന്നവരുടെ നോമ്പ് പടച്ചവന് വേണ്ട. അത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നോമ്പ് ഒരു പ്രൈവറ്റ് ആക്റ്റാണ്, ഒരു രഹസ്യമായ ഒരു കാര്യമാണ്, ഒരു ആക്ഷനാണത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ചെയ്യുന്ന മുഴുവൻ സെൽഫ് കൺട്രോളും സ്വീകരിക്കുകയും ആത്മനിയന്ത്രണം ഉണ്ടാവുകയും പറഞ്ഞത് ചെയ്യുകയും മാറി നിൽക്കണമെന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും ആ തഖ്വ നിലനിർത്തുകയും ചെയ്തവന് ഒരുപാട് പണിയെടുത്തിട്ടുണ്ടാവും, അയാളുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ടുണ്ടാവും. ആ ഒരുപാട് പണിയെടുത്തത് കൊണ്ട് ഒരുപാട് പുണ്യം ഞാൻ നൽകും. അതാണ് അനാ ജുസി ബിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഖുദ്സി ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം റമളാൻ മാസത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. റമളാനിൽ ഹലാലുകൾ ഹറാമാവുന്ന സമയമാണ്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുൻകാല സമൂഹത്തെയൊക്കെയും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഹലാലുകൾ ഹറാമാക്കരുത്, ഹറാമുകൾ ഹലാലാക്കരുത്. എന്നാൽ റമളാൻ മാസം ഹലാൽ ഹറാമാവുന്ന മാസമാണ്, റമളാൻ മാസത്തിൻ്റെ പകൽ. ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു പറയുന്നത്, റമളാൻ മാസത്തിൽ ഹലാലുകളോട് നോ എന്ന് പറയാൻ കഴിയുന്നവന് ബാക്കിയുള്ള മാസങ്ങളിൽ ഹറാമിനോട് നോ എന്ന് പറയാൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഹലാലുകളോട് പകൽ ദിനങ്ങളിൽ വേണ്ട എന്ന് പറയാൻ കഴിയണം. എന്നാൽ ബാക്കിയുള്ള മാസങ്ങളിൽ ഹറാമുകളോട് വേണ്ട എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുണ്ടല്ല. കാരണം റമളാൻ മാസം ആ ഒരു ട്രെയിനിങ് തരുന്ന മാസമാണ്. അതാണ് തഖ്വ നമ്മുടെ ഉള്ളിലേക്ക് കടന്നാലുള്ള ഗുണം. അതാണ് ആ ഓരോ മൊമെൻറ്റിലുമുള്ള നമ്മളുടെ നിരീക്ഷണമാണ് ഈ പറയുന്ന മുറാഖബ എന്ന് പറഞ്ഞത്. നസർ ബർ ഖദം, ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് നസർ ബർ ഖദം, ഓരോ നമ്മുടെ സ്റ്റെപ്പിലും നമ്മുടെ നോട്ടമുണ്ടാവുക എന്നുള്ളതാണ്. അതാണ് റമളാൻ മാസത്തിലെ ഈ മുറാഖബ തഖ്വയുമായുള്ള ബന്ധം. ഓരോ നിമിഷവും നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെ ആ സൂക്ഷ്മത നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഫലവത്തായി മാറുന്നു എന്നുള്ളതാണ് മുറാഖബയും തഖ്വയും തമ്മിലുള്ള ബന്ധം. മൂന്നാമതാണ് തവക്കുൽ എന്ന് പറയുന്ന പദപ്രയോഗം. കാരണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോമ്പെടുക്കാൻ പറഞ്ഞു, നോമ്പെടുത്തു, ബാക്കി പടച്ചവന് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കാൻ പറഞ്ഞു, അതിന് മുമ്പുള്ളതെല്ലാം ബർക്കത്ത് സ്വീകരിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസഹറു ഫഇന്ന ഫിസ് സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുവിൽ അതിൽ ബർക്കത്തുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും ഒരു വിശ്വാസിയെ ഒരു ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പാടില്ല എന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് റമളാനിൻ്റെ നിയമം പറയുന്ന ഭാഗത്ത് തന്നെ അവിടെ യുസ്റിന് എളുപ്പത്തെക്കുറിച്ച് പറഞ്ഞത്. നോമ്പിൻ്റെ നിയമം പറയുന്ന ഭാഗത്ത് തന്നെ അള്ളാഹു എടുത്തു തന്നെ പറഞ്ഞാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്ന പ്രയാസമല്ല. യാത്രക്കാർക്ക് നോമ്പെടുക്കേണ്ടതില്ല, രോഗികൾക്ക് നോമ്പെടുക്കേണ്ടതില്ല, സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക സാഹചര്യങ്ങളിൽ നോമ്പെടുക്കേണ്ടതില്ല. കാരണം അള്ളാഹു പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, എളുപ്പമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇന്ന ദീന യുസുർ, ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അത് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. അതുകൊണ്ടാണ് അത്താഴം കഴിക്കാൻ നബി പ്രത്യേകം പറഞ്ഞത്. നമ്മുടെ ചില സ്വഭാവങ്ങളിൽ രാത്രി കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സുബഹിക്ക് എഴുന്നേറ്റാൽ മതി നിസ്കാരത്തിനും, അത്താഴം വലിയ സുന്നത്തല്ല, എടുക്കേണ്ടതില്ല എന്നൊരു കൺസെപ്റ്റ് പലപ്പോഴും നമുക്കുണ്ട്. സുന്നത്തെന്ന് വെച്ചാൽ ചെയ്താൽ ഗുണവും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിശദീകരണം പലപ്പോഴും നമ്മളെ പല സുന്നത്തിൽ നിന്ന് അകറ്റാൻ പ്രേരിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തത് വിശ്വാസികൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞത് വിശ്വാസികൾ അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഗുണം, അതിൻ്റെ പ്രതിഫലം നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സുന്നത്തിന് ആ ഡെഫിനിഷൻ കൊടുത്തുകൊണ്ട് ചെയ്തില്ലേ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് അത്താഴം കുഴപ്പമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവിൻ, ഫഇന്ന ഫിസ് സുഹൂരി ബറക, കാരണം അതിൽ ബറക്കത്തുണ്ട്. എന്താണ് ബറക്കത്ത്? നമുക്ക് ഏതുവരെ കഴിക്കാം? ബാങ്ക് വിളിക്കുന്നത് വരെയും കഴിക്കാം. ഭക്ഷണത്തിന് യാതൊരു കൺട്രോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ദൂർത്ത് കാണിക്കരുത്, അമിതമായി കഴിക്കരുത്, കൺട്രോൾ വേണം. എന്നാലും അവിടം വരെ കഴിക്കാമെന്ന് പറയുന്ന ഒരു രീതി നമുക്ക് ഖുർആനിൽ കാണാം. എന്നിട്ട് എന്താണ് ആ കഴിക്കുന്നത്? ബാക്കിയുള്ള ടൈമിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പട്ടിണിക്കാരനാവുക എന്നല്ല നോമ്പിൻ്റെ ലക്ഷ്യം. ഇത് പറയാൻ കാരണം, നോമ്പെന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ വേദന തിരിച്ചറിയാനാണെന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു വായന നോമ്പിനെക്കുറിച്ചുണ്ട് എന്നതുകൊണ്ടാണ്. എന്താ, പാവങ്ങൾക്കപ്പം നോമ്പില്ലേ? പണക്കാരൻ്റെ വിവാദത്താണോ നോമ്പെന്ന് പറയുന്നത്?
ധനികനും ദരിദ്രനും ഒരു വിശ്വാസിയാണെങ്കിൽ ആരാണെങ്കിലും ഒരുപോലെ അള്ളാഹുവിന് ശുക്ർ കാണിക്കാനും ജീവിതത്തിൽ തഖ്വ പുലർത്താനും അള്ളാഹു പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ഇബാദത്താണ് നോമ്പ്. അല്ല ധനികൻ്റെ ആരാധനയല്ല നോമ്പ്. എല്ലാവർക്കും ഒരുപോലെ ശുക്ർ കാണിക്കാൻ അള്ളാഹു പഠിപ്പിച്ചതാണ് നോമ്പ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ് നോമ്പ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതൊരു ധനികൻ്റെ ദരിദ്രനെക്കുറിച്ചുള്ള കഷ്ടപ്പാട് തിരിച്ചറിയാൻ ധനികൻ്റെ ഒരു ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞ് എന്ത് മോശമാണെന്ന് ആലോചിക്കുക. ധനികനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അത് ജക്കാത്തും അത് ഹജ്ജുമാണ്. അതേ സമയം ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളാക്കി മാറ്റിയത് ദരിദ്രനായ ഒരാളാണെങ്കിൽ പോലും അയാളും അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ആ ഒരു ആത്മബോധം നിലനിർത്താനും കൂടെ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ അങ്ങനെ ആക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു വർത്തമാനം, ആ ഒരു വിശദീകരണം ഇസ്ലാമികമായി തന്നെ ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് നോമ്പിലേക്ക് കിടക്കുക, ക്ഷീണമില്ലാതിരിക്കുവാൻ വേണ്ടി. പക്ഷേ അതേസമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റമദാൻ മാസത്തിലേക്ക് മുമ്പ് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ശഅബാനിൽ നോമ്പെടുക്കുക. എന്തിനാണ്? ഒരു മാസം നിരന്തരം വരുന്ന നോമ്പിനുള്ള ക്ഷീണം ഫീൽ ചെയ്യാതിരിക്കുവാൻ വേണ്ടി റമദാനിൽ പല ഘട്ടങ്ങളായി നോമ്പെടുക്കുക, ഇടവിട്ട് നോമ്പെടുക്കുക. ഇങ്ങനെയാണെങ്കിൽ ശഅബാനിൽ നോമ്പെടുക്കുക. ഇങ്ങനെയാണെങ്കിൽ റമദാനിലേക്ക് കടക്കുമ്പോൾ ആ ക്ഷീണം പോലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, റമദാനിൽ നോമ്പെടുക്കാൻ പറയുന്നുണ്ട്. അതായത് ക്രമപ്രവൃത്തമായ റമദാനിലേക്ക് വരിക. റമദാൻ ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നോമ്പിലേക്ക് ഇറങ്ങുക. സ്വാഭാവികമായും ഒരു ശീലം എന്ന നിലയിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ട് എന്നത് അത് അള്ളാഹുവിനുള്ള ശുക്രിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനുള്ള ആത്മബോധം ഉണ്ടാക്കുക. അതാണ് മുറാഖബ എന്ന് പറഞ്ഞത്. ആ മുറാഖബയുടെ ഏറ്റവും സുന്ദരമായ രൂപമാണ് അൽ ഇഹ്സാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്സാനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, അൻ തഅബുദല്ലാഹ കഅന്നക തറ ഫഇൻ ലം തകുൻ തറ ഫഇന്നഹു യറാക്. കാരണം ഇഹ്സാൻ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നു എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. മുറാഖബയുടെ മൂർത്ത രൂപമാണ് ഇഹ്സാൻ. ആ മുറാഖബ നമ്മളെ ഇഹ്സാനിലേക്ക് എത്തുന്നു. ഇഹ്സാൻ്റെ അർത്ഥം പെർഫെക്ഷൻ എന്നോ ബ്യൂട്ടി എന്നോ ആണ്. ജീവിതത്തിൽ സൗന്ദര്യമുണ്ടാവാൻ, നമ്മുടെ ഓരോ മൊമെൻറ്റിലും സൗന്ദര്യം നിറയുവാൻ നമ്മളെ ഈ ഇബാദത്ത്, നമ്മളെ ഈ ബോധം, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നമ്മളെ സഹായിക്കുന്നു. അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കുവാൻ, ഒരു പൂർണ്ണത വരുത്തുവാനും അത് സഹായിക്കുന്നു. അതാണ് മുറാഖബയും ഇഹ്സാനും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ കൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തവക്കുൽ എന്ന് പറഞ്ഞത്. തവക്കുൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അള്ളാഹ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഴം കഴിക്കാൻ ഞാൻ അത്താഴം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പെടുക്കാൻ ഞാൻ നോമ്പ് തുറന്നു. ബാക്കിയൊക്കെ എല്ലാം പടച്ചവൻ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. നമുക്ക് അള്ളാഹു മതി, അവൻ എത്ര നല്ല വക്കീലാണ്. നമ്മുടെ കാര്യം ഏറ്റെടുക്കാൻ അവൻ മതിയല്ലോ എന്ന് പറയുന്ന ധാരണയാണ് തവക്കുൽ. ആ ബോധമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവക്കുൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഒട്ടകത്തെ നിങ്ങൾ കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പഠിച്ചവനെ എൻ്റെ ഒട്ടകത്തെ നീ നോക്കണേ എന്ന്. അതുപോലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നോമ്പെടുക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കുക, എൻ്റെ നോമ്പ് നിനക്കുള്ളതാണ്. ഈ തവക്കുലാണ് നമ്മളുടെ ഈ ഇബാദത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഇബാദത്താക്കി മാറ്റുന്നത്. കാരണം തവക്കുലില്ലാതെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അള്ളാഹുവിൻ്റെ റിള മാത്രം കാംക്ഷിച്ചുകൊണ്ടാണല്ലോ, ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ. കാരണം ഫസൊല്ലി ലി റബ്ബിക, ആർക്ക് വേണ്ടിയിട്ടാണ് നോമ്പെടുക്കേണ്ടത്, നിസ്കരിക്കേണ്ടത്? നിൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വൈദാ ഫറഗത ഫൻസബ് വ ഇലാ റബ്ബിക ഫർഗബ്, ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ പണിയെടുക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ നമ്മൾ ജുമാ നമസ്കാരം പറയുന്ന ഭാഗത്തും അത് പറയുന്നുണ്ടല്ലോ, ഫൈദാ ഖുദിയത്തുസ് സ്വലാത്ത്, ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഫന്തശുറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ പണി പോയി എടുക്കുക, എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുക, പ്രതിഫലം ആഗ്രഹിക്കുക. കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതിഫലം ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൽ മാത്രമേ നമ്മൾ തവക്കുലും ചെയ്യുന്നുള്ളൂ. നമുക്ക് വേറെ ആരെയും ചെയ്യാൻ കഴിയില്ല. റമദാനും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന ആ സൂക്ഷ്മതയും ആ ഭരമേൽപ്പിക്കലും റമദാനിലൂടെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നിരന്തരമുള്ള തഖ്വയെക്കുറിച്ചുള്ള ബോധം,
ശുക്ർ ചെയ്യുക എന്ന് പറയുന്ന ബോധം, മുറാഖബ, ജീവിതത്തിൽ മുഴുവൻ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്നും ആ നിരീക്ഷണത്തിലാണ് ഞാനെന്നും, അതൊരു പോലീസ്മാനല്ല, നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, റഹ്മാനാണെന്നുള്ള ബോധവും ആ ബോധത്തിലൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന തവക്കുലും, ഇതെല്ലാം കൂടെ നമുക്ക് ലഭിക്കുന്ന ഇഹ്സാനും, ഇതൊക്കെയാണ് റമദാൻ മാസം ആ മാസത്തിലൂടെ നമുക്ക് തരുന്ന ഒരുപാട് ഗുണങ്ങൾ. ഈ തരത്തിൽ ഈ ഒരു ബോധത്തോടു കൂടി റമദാൻ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. നിയമങ്ങൾ പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമങ്ങൾ പാലിക്കാനും പക്ഷേ അതേസമയം ഈമാൻ പുലർത്താതിരിക്കാനും നമുക്ക് കഴിയും. നിസ്കരിക്കാനും നോമ്പെടുക്കാനും എല്ലാം ചെയ്യാനും കഴിയും, ഒട്ട് ഈമാനില്ലാതെ ജീവിക്കാനും കഴിയും. അതാണ് മനുഷ്യൻ്റെ ഒരു പൊതുവായ രീതി. നോമ്പെടുക്കുക എന്നതിലല്ല കാര്യം, തഖ്വയിലൂടെ, ആ നോമ്പിലൂടെ തഖ്വ ലഭിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് തഖ്വ ലഭിച്ചേക്കാമെന്നാണ്, ഒരു സാധ്യതയുമില്ല. അതായത് സാധ്യതയുള്ളൂ, അത് നമ്മുടെ പ്രവർത്തന ഫലമായിട്ടാണ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അള്ളാഹു ഉറപ്പ് തന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നമ്മളാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. ഖുർആൻ പലയിടത്തും ഖദ്ദിമൂ ലി അൻഫുസിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മുൻകരുതലുകൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഈ മുൻകരുതലെടുക്കുന്നത് ഹുവ ഖൈറൻ വ അഅ്ളമു അജ്റ, ഏറ്റവും ഖൈറും അതുപോലെ തന്നെ ഒരുപാട് പ്രതിഫലം നൽകുന്നതുമാണെന്ന് ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. മുൻകരുതലെടുക്കുന്നത്, അതായത് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ശുക്ർ ചെയ്യാനുള്ള മാസമാണെന്നുള്ള ധാരണ നമുക്കുണ്ടാവുക. തഖ്വ അത് വളർത്താനുള്ള മാസമാണ് എന്ന് മനസ്സിലുണ്ടാവുക. ഈ ഒരു മാസം ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെ തടയിടുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ ഉപേക്ഷിക്കാനുള്ള ഒരു മനോബോധം നമ്മൾ വളർത്തിയെടുക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചടങ്ങല്ലോ നോമ്പ്. നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് എന്തിനാണ്? ഹജ്ജ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഹജ്ജ് മഖ്ബൂലും മബ്രൂറും എന്ന് പറയാറുണ്ട്. ഹജ്ജ് പുണ്യകരവും സ്വീകരിക്കപ്പെടുന്നതുമായി മാറണമെന്നാണ്. ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും കടങ്ങളും കുഴപ്പങ്ങളും എല്ലാം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞിട്ടൊക്കെ ആവണം ഹജ്ജിന് പോവേണ്ടത്. അല്ലാത്തവരുടെ ഹജ്ജ് ശരിയാവുകയില്ല. പക്ഷേ പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവുകയും എന്നാൽ കുറച്ച് പൈസ ഒപ്പിച്ച് ഹജ്ജ് ചെയ്യുന്നവരെയും കാണാം. ഉംറ ചെയ്യും, നല്ല കാര്യമാണ്. പക്ഷേ അതൊരു സൗദി ടൂറാണ്, സൗദിയിലുള്ള ഫാമിലിയെ സന്ദർശിക്കാൻ പോവുകയാണ്. പോകുമ്പോൾ ഒരു ഉംറയും ചെയ്യും. ഞാൻ പറയണത് നിയ്യത്ത് ഒരു വലിയ വിഷയമാണല്ലോ. ഹജ്ജിൻ്റെയും നിയ്യത്ത് വലിയ വിഷയമാണ്. കാരണം ഹുസ്നുൽ ളന്നും ഹുസ്നുൽ നിയ്യത്തും എല്ലാ അമലുകൾക്കും അടിസ്ഥാനമായി മാറേണ്ടതാണ്. നമ്മുടെ നല്ല ഉദ്ദേശവും നല്ല ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനം അതായി മാറണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും അതിൻ്റെ പുറകിൽ നിയ്യത്തുകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് സൗദി അറേബ്യയിൽ പോകുന്നത്? ടൂറിനാണോ പോകുന്നത്? അതോ ഉംറയ്ക്കാണോ ഹജ്ജിനാണോ പോകുന്നത്? പോകുമ്പോൾ ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്നൊന്നുമല്ല പറഞ്ഞത്, പക്ഷെ നമ്മുടെ നിയ്യത്തുകൾ വലിയ വിഷയമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന അതേ ഹദീസിൽ തന്നെ ഒരു പ്രണയകഥ പറയുന്നുണ്ട്. ആ ഹദീസിൽ തന്നെ മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചിട്ടാണ് ആ കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നബിയുടെ കൂടെ ഹിജ്റ പോയ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഒരാൾ ആഗ്രഹിച്ചിരുന്നു. ഒരു മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ അവർ മദീനയിൽ പോകുന്നുണ്ടപ്പോൾ അവരുടെ കൂടെ ഇയാളും പോയി. ആ ഹദീസിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ് നബി തുടർന്ന് പറയുന്നുണ്ട്, ആര് അള്ളാഹുവിനും റസൂലിനും വേണ്ടി ഹിജ്റ ചെയ്തോ അത് അവന് കിട്ടും, ആര് പെണ്ണിന് വേണ്ടി ഹിജ്റ ചെയ്തോ അതും കിട്ടും എന്ന് അതേ ഹദീസിൽ തുടർന്ന് പറയുന്നുണ്ട്. കാരണം നിയ്യത്ത്, ഹിജ്റയുടെ നിയ്യത്ത് എന്തായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഒരുപക്ഷേ ആ മനുഷ്യനെ മുഹാജിർ ഉമ്മു ഖൈസ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ല. സഹാബി ആവാം, അല്ലാതിരിക്കുകയും ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയ്യത്തിലേക്കാണ് ആ പേര് രൂപപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ നിയ്യത്ത് നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഹജ്ജിന് എങ്ങനെ പോകുന്നോ അതേ രീതിയിൽ റമദാനെ സമീപിക്കുക. ശരീരത്തെ ശുദ്ധീകരിക്കുക, മനസ്സിനെ ശുദ്ധീകരിക്കുക. ആരോടൊപ്പം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് സോറി പറഞ്ഞ് റമദാനെ സമീപിക്കുക. കുടുംബ ബന്ധങ്ങൾ നമ്മളായിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇളക്കി ചേർത്തുകൊണ്ട് റമദാനിലേക്ക് കിടക്കുക. അല്ല എങ്കിൽ ഒരേ സമയം തന്നെ അപ്പുറത്ത് നമ്മളുണ്ടാക്കിയ കുഴപ്പം കാരണം അയാൾ നമ്മൾക്കെതിരെ പഴി പറയുകയും ശപിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ വലിയ
ദിക്റും തസ്ബീഹിലും ആയിരിക്കുകയും ചെയ്യുന്നു. ഒരു ഗുണവും നമുക്കുണ്ടാവുകയില്ല. നമ്മളാൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ നമ്മളാൽ തന്നെ അവസാനിപ്പിച്ചു കൊണ്ടാവണം റമളാനിലേക്ക് കടക്കേണ്ടത്. ഈ ഒരു ബോധം റമളാൻ നമുക്ക് കാരണം. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പദമാണ് മുറാബത്ത എന്ന് പറയുന്ന പദം. റിബാത്ത് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത്. അതായത് ആ പദത്തിൻ്റെ അർത്ഥം എന്നാൽ എല്ലാ സമയവും സജ്ജരായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ആ പദം ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റിൻ്റെ ബൗണ്ടറികളിൽ സൈനിക സന്നാഹം നടത്തുന്നതിനെ കുറിച്ചിട്ടാണ് ആ പദം റിബാത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഖുർആൻ തന്നെ സ്ബുറു വറാബിത്തു എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴും യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവതരിച്ച ആയത്താണത്. അതിൽ നിന്ന് വന്നൊരാശയമാണ് മുറാബത്ത, എപ്പോഴും സജ്ജരായിരിക്കുക. റമദാൻ മാസം അതിൻ്റെ മാസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, റമദാൻ മാസം അവസാനമാകുമ്പോഴത്തേക്ക് നബി കച്ചകെട്ടി ഇറങ്ങുമെന്നാണ്. പുള്ളി എഅ്തികാഫിലും ആരാധനയിലും മാത്രമാവും എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഫോക്കസ് നിൽക്കും. റമദാൻ മാസം ഖുർആൻ്റെ മാസമാണ്, എപ്പോഴും സജ്ജരാകുക. ഹദീസിൽ മുറാബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്തിദാറു സ്വലാത്ത് ബഅദ സ്വലാത്ത്, ഓരോ നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു സഹാബികളെന്ന് വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. അതായത് റമദാൻ മാസം ഇബാദത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഈ നോമ്പ് കഴിഞ്ഞാൽ അടുത്ത നോമ്പിന് മനസ്സ് സജ്ജമാക്കുക. ഓരോ നമസ്കാരം കഴിഞ്ഞാലും അടുത്ത നമസ്കാരത്തിന് വേണ്ടി മനസ്സ് സജ്ജമാക്കുക. ഒരു ജുസു ഓതിയാൽ അടുത്ത ദിവസം ഞാൻ അടുത്ത ജുസുവോ അല്ലെങ്കിൽ ഇത്ര പോർഷൻ ഞാൻ ഓതുമെന്ന് പറയുന്ന ആ സജ്ജമാക്കുക. അതിനാണ് മുറാബത്ത എന്ന് പറയുന്നത്. റമദാൻ മാസത്തിൽ അത് നിരന്തരം സ്വീകരിച്ചിരുന്നതായും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നിരന്തരം റമദാനെ സ്വീകരിക്കുവാൻ ഇപ്പോഴേ സജ്ജരാവുക. റമദാൻ മാസത്തിൽ ഓരോ ഇബാദത്തിനെയും അതിൻ്റെ സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ പൂർണ്ണതയോടുകൂടി കൈക്കൊള്ളുമെന്ന് പറയുന്ന ബോധം നമുക്കുണ്ടാവുക. ആ ബോധത്തിനാണ് മുറാബത്ത എന്ന് പറയുക. ആ ബോധം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് തവക്കുലെന്ന് പറയുക. ഇതിലെല്ലാം കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രായോഗികമായ റിസൾട്ടാണ് തഖ്വ എന്നത്. ആ തഖ്വ നമ്മൾ പുലർത്തുന്നതിലൂടെ നമ്മൾ ശുക്ർ വേണ്ട വിധം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനൊക്കെയും പറ്റുന്ന മാസമാണ് റമദാൻ. കാരണം ആ മാസത്തിൽ ഈ പറയുന്ന മുഴുവനും ഒന്നിച്ച് ലഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം എന്ന് പറയുന്നത് ഖുർആനുമായി ഏറ്റവും കൂടുതൽ അടുക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. ആ കലാമിലാണ് നമ്മളോട് കൽപ്പന നോമ്പിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഖുർആനുമായി കൂടുതൽ അടുക്കുകയും ഖുർആനിനോട് അടുത്തുകൊണ്ട് ശുക്റിൻ്റെ പ്രകാശനം ഉണ്ടാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശ്വാസിയായി ജീവിക്കുവാനും നല്ല മുത്തഖിയായി വളരാനും ഈ മുറാബത്തെയും മുറാഖബയും തവക്കുലും ഇഹ്സാനും വേണ്ട പോലെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുന്ന വിശ്വാസിയാക്കിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.